ഹലോ. എനിക്ക് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആണ്. നിങ്ങളുടെ ഫേവറേറ്റ് ചെസ് പ്ലെയർ ആണ്? ഗുകേഷ്. ഓഫ് കോഴ്സ്. നിങ്ങൾ നിങ്ങളുടെ അച്ഛനും ഒരേ സ്കൂളിലാണ് പോകുന്നത്. യൂസ് യുവർ ഇമാജിനേഷൻ ടു ഷോ ദ മാജിക് ഓഫ് ദ സീസൺസ് കം ടു ലൈഫ്. ആർ യു റെഡി ഫോർ ദ കോമ്പറ്റീഷൻ? യെസ്. ഹൗ ഡു യു തിങ്ക് ഓഫ് ദിസ് ഐഡിയ? കിഡ്സ് വേഗം വേഗം വേഗം. ഇറ്റ് ഈസ് സോ ഡിഫറെന്റ്. യെസ്. ഞാനത് ഒരിക്കലും മറക്കില്ല. വളരെ നന്നായിട്ടുണ്ട്. വൗ. So the winner is Akanksha Tandon from Our Lady Queen of the Mission School, Kolkata. Siddhi Manoj Mekram from Bhavans BP Vidya Mandir, Nagpur. Thomas Matthew. ചെറിയ പ്രായത്തിൽ വ്യത്യസ്തമായി ചിന്തിക്കുന്നവർ അവരുടേതായ വഴികൾ കണ്ടെത്താറുണ്ട്. നമ്മൾ അവരെ സ്നേഹത്തോടെ ലിറ്റിൽ സയന്റിസ്റ്റ് എന്ന് വിളിക്കുന്നു. വെൽക്കം ടു ഫെവി ക്രിയേറ്റ് ഐഡിയ ലാബ്സ് പാർട്ട്നർഡ് ബൈ സോണി എ. ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് ഹണിയും ബെണിയുമാണ്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു മിനിറ്റ്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഹണി ഒരു മിനിറ്റ്, നമ്മൾ റെഡിയാണ്. ആര്? ആക്ടർ? പ്രസന്ററാ? സൂപ്പർമോ? ഓ സൂപ്പർമോ. ഓ ആർട്സിന്റെയും ക്രാഫ്റ്റിന്റെയും രാജകുമാരി. ഓ മറൈൻ ബയോളജിസ്റ്റ്. ഓക്കെ ഗായ്സ്, ഇവർ രണ്ടുപേരെയും പോലെ ഞാനും ഇവരുടെ വലിയൊരു ഫാനാണ്. ഇതാ വരുന്നു നയൻതാര ജെയിൻ. റൈറ്റ്? മന്ദിര ബേദിക്കും നയൻതാര ജെയിനും ഒരു വലിയ കയ്യടി. ഹലോ മൈ ലേഡീസ്. ഹായ്. ഹലോ. വെൽക്കം വെൽക്കം വെൽക്കം. ഹണിയും ബണിയുടെ ഉണ്ട്. മാൻഡി, ഒരു കാര്യം പറയാമോ? ലാസ്റ്റ് വീക്കിൽ നമ്മൾ എന്താ കണ്ടതെന്ന് വെച്ചാ, നമ്മുടെ ബ്രില്യന്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് വളരെ അമേസിംഗ് ആയിട്ടുള്ള പ്രോഡക്ട്സ് നമുക്കിവിടെ ഉണ്ടാക്കി കാണിച്ചു തന്നു. അത് ജഡ്ജ് ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഇന്ന് അതിനേക്കാളും ബുദ്ധിമുട്ടുണ്ടാവും. ഇന്നത്തെ മത്സരം വളരെ ടഫ് ആയിരിക്കും. കാരണം ഇന്ന് വരാൻ പോകുന്നത് 5 to 8 ഗ്രേഡ്സിലുള്ള കുട്ടികളാണ്. നിങ്ങൾ എന്ത് പറയുന്നു മാൻഡി? ഇതൊരു ഡിഫറെന്റ് ടൈപ്പ് കോമ്പറ്റീഷൻ ആയിരിക്കും. ഫോക്കസ് ഡിഫറെന്റ് ആയിരിക്കും. എനർജി ഡിഫറെന്റ് ആയിരിക്കും. കൊച്ചുമക്കളുടെ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ അതിൽ ചലഞ്ചും ഉണ്ടാവും, എന്നാൽ രസവും ഉണ്ടാവും. എന്നാൽ ഇപ്പോൾ ഇനി പങ്കെടുക്കാൻ പോകുന്ന കുട്ടികളുണ്ടല്ലോ, ദേ ഹാവ് ബ്ലിങ്കേഴ്സ് ഓൺ. അതായത് നിങ്ങൾ എന്തൊക്കെ തരം തമാശകൾ പറഞ്ഞാലും നിങ്ങളെ രസിപ്പിക്കാൻ വേണ്ടിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ അല്ലേ? ഈ ഷോയില് അവരതൊക്കെ ഇഗ്നോർ ചെയ്യും. ഇല്ല, ഫോക്കസ് മാത്രം. ഇന്നെന്താ ഓഡിയൻസ് ഒന്നും ഇല്ലേ? പക്ഷേ അവരായിരിക്കില്ല നമ്മുടെ ഓഡിയൻസ്. അതാ എനിക്ക് പറയാനുള്ളത്. നമ്മൾ എത്രയൊക്കെ ഗെയിംസ് കളിച്ചാലും അവര് മൈൻഡ് പോലും ചെയ്യില്ല. അങ്ങനെയാണ് തോന്നുന്നത്. എനിക്കറിയാം, കാരണം 7-8 ക്ലാസ്സിലുള്ള മക്കളുടെ ഫോക്കസ് കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും. ഇന്ന് എനിക്കൊരു കാര്യം ഉറപ്പ് പറയാൻ കഴിയും. കുസൃതിയും ഇമാജിനേഷനും കൊണ്ട് ഇന്നത്തെ കോമ്പറ്റീഷൻ ഡെഫിനറ്റ്ലി ഡബിൾ ആയിരിക്കും. ഞാൻ ഇവരെ പ്രോത്സാഹിപ്പിക്കും. ക്രാഫ്റ്റിന്റെ ഇമാജിനേഷന്റെ കോമ്പറ്റീഷൻ ഇവർ ഡബിൾ ആണ്. അപ്പൊ നയൻതാര, നിങ്ങൾ എന്താ ചിന്തിക്കുന്നത് ഇന്നത്തെ ഒരു കോമ്പറ്റീഷനെ കുറിച്ച്? ഇന്ന് വേറെ കുട്ടികളാണ്, ഓഫ് കോഴ്സ് അവർ വലിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നവരാണ്. ഡെഫിനറ്റ്ലി ഇന്ന് കുറച്ച് വ്യത്യാസമുണ്ടാകും. ആദ്യത്തെ ഗ്രൂപ്പിലെ കുറച്ച് കൊച്ചുകുട്ടികളുണ്ടല്ലോ, അവരുടെ ക്രിയേറ്റിവിറ്റി, അവരുപയോഗിച്ച കളേഴ്സ്, ഞാൻ അതിന്റെയൊക്കെ ഗ്ലിറ്ററിലായിരുന്നു. പിന്നെ ഇനി അടുത്ത് വരാനിരിക്കുന്ന ഗ്രൂപ്പിന്റെ ideas, actually thoughts about sustainability, thoughts about sustainable planet. അതുകൊണ്ട് വളരെ ആകാംക്ഷയോടെ ഞാൻ അവരെ കാത്തിരിക്കുകയാണ്. ഈ ഏജിലാണ് അവർ ഇതുപോലുള്ള വിഷയത്തെക്കുറിച്ച് കൂടുതൽ which is an important thing. അതായത് കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ അവർക്ക് പാരന്റ്സ് പറഞ്ഞു കൊടുക്കും, ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കും ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന്. അതായത് ഈ സമയത്തുള്ള അവരുടെ ഐഡിയാസിൽ ഏതാണ് ശരി തെറ്റെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ബട്ട് ദീസ് ചിൽഡ്രൻ believe in what they can create. അവരാണ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അവര് നമ്മളെ പഠിപ്പിക്കും. ഗ്രൂപ്പ് നമ്മളെ പഠിപ്പിക്കും. അവരാണ് നമുക്ക് ടീച്ചേഴ്സ് ആയിരിക്കുന്നത്. ശരിക്കും എനിക്കും അങ്ങനെയാണ് തോന്നാറുള്ളത്. ഇപ്പൊ ഇവിടെ വരാൻ പോകുന്ന കുട്ടികളെ നമ്മൾ എന്താണ് വിളിക്കേണ്ടതെന്ന് പറഞ്ഞാൽ യങ് ഇന്നോവേറ്റേഴ്സ്. റൈറ്റ്? സോ നമ്മുടെ യങ് ഇന്നോവേറ്റേഴ്സിനെ കാണാൻ തയ്യാറാണോ? Are we ready? Yes. All right. അപ്പോൾ നമ്മുടെ യങ് ഇന്നോവേറ്റേഴ്സിനെ നമുക്ക് ഇങ്ങോട്ട് ക്ഷണിക്കാം ഗൈസ്. Hello, 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 hi, hi, hi. Hi guys, please come. നമ്മുടെ ഇന്നത്തെ ഫൈനലിസ്റ്റുകളാണ് ഹർഷിത് ബാലാജി ദസ്രി, ഏജ് 10, ശ്രീ ചൈതന്യ സ്കൂൾ, നിസാംപേട്ട്, ഹൈദരാബാദ്. ഹൃഷാം കുമാർ, ഏജ് 14, ജാഗ്രൻ പബ്ലിക് സ്കൂൾ, നോയിഡ. ജീവിത ശ്രീ,
ഏജ് 13, നതല്ല വിദ്യോദയ സ്കൂൾ, ചെന്നൈ. ശിവാങ്കർ, ഏജ് 13, സെയിന്റ് ഫ്രാൻസിസ് സേവിയർ സെന്റർ കോളേജ്, കാൺപൂർ. സ്വര രാമേശ്വർ ഗാവ്നെ, ഏജ് 13, ഡോൺ ബോസ്കോ ഇംഗ്ലീഷ് സ്കൂൾ, ബദ്ലാപൂർ, മുംബൈ. തനീക്ഷ ആർ, ഏജ് 13, ബാംഗ്ലൂർ ഇന്റർനാഷണൽ കിഡ്സ് ഹൈ, ബാംഗ്ലൂർ. സോ ഗൈസ്, അപ്പോൾ ആദ്യം എന്താണെന്ന് വെച്ചാൽ വെൽക്കം. താങ്ക് യു. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണല്ലോ. ഐ എം എക്സൈറ്റഡ് ആൻഡ് ടെറിഫൈഡ് അറ്റ് ദി സെയിം ടൈം. എക്സൈറ്റഡും ടെറിഫൈഡും ഒരേ സമയത്തിലോ? എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എക്സൈറ്റഡ് ബട്ട് നെർവസ്. നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? എക്സൈറ്റഡ്. ഓക്കെ, ഇവർ വളരെ കോൺഫിഡന്റ് ആയിരിക്കുന്നു. ഇവിടെ എന്താ നടക്കാൻ പോകുന്നത് അവർക്ക് അറിയാം. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? യാ. ഇനി അടുത്ത് ഈ സൈഡിലേക്ക് നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? എക്സൈറ്റഡ്, നെർവസ്, ഓവറോൾ മെയിൻലി എക്സൈറ്റഡ്. ഓവറോൾ വളരെ എക്സൈറ്റഡ് ആയിരിക്കുന്നു അല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഒരു കോമ്പറ്റീഷനിൽ നിങ്ങളെപ്പോലുള്ള എത്രയോ കുട്ടികൾ പങ്കെടുക്കണമെന്ന് തീവ്രമായി ആഗ്രഹിച്ചിരുന്നു. എന്നാൽ നിങ്ങൾ 6 പേര് മാത്രമാണ് സെലക്ട് ചെയ്യപ്പെട്ടത്. നിങ്ങൾക്കൊരു വലിയ കൈയടി. ശിവാങ്കർ, എന്നോടൊരു കാര്യം പറയാമോ? വീട്ടിലിരിക്കുമ്പോൾ എപ്പോഴും ബുക്സിനോടൊപ്പമാണോ? ഐ മീൻ, എപ്പോഴും ബുക്സ് വായിച്ചുകൊണ്ടിരിക്കാറുണ്ടോ? ബുക്സ് അല്ലാതെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? നോ. ഈ കുട്ടി ആരാണെന്നറിയോ? കുഞ്ഞു പ്രായത്തിൽ നമ്മുടെ മാതാപിതാക്കൾ പറയാറില്ലേ, അവനെ കണ്ടു പഠിക്കണം. പ്രശാന്ത്, ഓക്കെ, നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? ഐ എം കറന്റ്ലി 14. സോ ഫ്യൂച്ചറിൽ നിങ്ങൾ എന്താണെന്ന് ആഗ്രഹിക്കുന്നത്? ഐ വോണ്ട് ടു ബിക്കം കാർ ഡിസൈനർ. എനിക്കൊരു കാർ വീൽസ് ഡിസൈൻ ചെയ്യണം. അത് റൺ ചെയ്യുന്നത് ഫ്രിക്ഷൻ കൊണ്ടായിരിക്കും. അത് ഫ്രിക്ഷനിലൂടെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും. ഒരു വശത്ത് വണ്ടി ഓടുന്നതിന് ടയർ വളരെ അത്യാവശ്യമാണ്. അതായത് വണ്ടി ഓടുമ്പോൾ ടയർ കറങ്ങും. എന്നാൽ നിങ്ങൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ടയർ കറങ്ങുമ്പോൾ കാറിന് ഓടാൻ വേണ്ടി ഇലക്ട്രിസിറ്റി ടയർ ജനറേറ്റ് ചെയ്യും. വെരി നൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ അടുത്ത ഫൈനലിസ്റ്റ് ആണ് സ്വര. അവർക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. ഫ്രണ്ട്സ്, ഞാൻ എന്താ പറയാൻ വരുന്നതെന്ന് വെച്ചാൽ ഇവരാരും തന്നെ ചെയ്യാത്തതായിട്ട് ഒന്നുമില്ല. സ്കൂൾ മോണിറ്റർ, ക്ലാസ് ടോപ്പർ, ഐ തിങ്ക് സ്കൂൾ ടോപ്പർ, ആർട്സ് ആൻഡ് ക്രാഫ്റ്റിൽ ഫൈനലിസ്റ്റ്, സ്പോർട്സിൽ മുന്നിലാണ്, കരാട്ടെ അറിയാം. പിന്നെ ഒരു മിനിറ്റ്, ഇനി എന്തെങ്കിലും അറിയാത്തതായിട്ടുണ്ടോ? ഉണ്ടോ സ്വര? ഒന്നും വിട്ടുപോയിട്ടില്ല. ഓക്കെ. ഒരു കാര്യം പറയാവോ? നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ എവിടെന്നാ സമയം കിട്ടുന്നേ? ടൈം കണ്ടെത്തുകയല്ല, ടൈം ഉണ്ടാക്കുക ചെയ്യുന്നേ. ഓക്കെ, അപ്പോ നിങ്ങൾക്കറിയാലോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന്. ആരാ പറയാൻ പോകുന്നേ? നമ്മുടെ ജഡ്ജസ്. ഇന്നത്തെ ടോപ്പിക് യങ് ഇന്നോവേറ്റേഴ്സിന് വേണ്ടിയിട്ട് എ സസ്റ്റൈനബിൾ പ്ലാനറ്റ്. അതായത് നിങ്ങളുടെ ഐഡിയാസ് എന്തൊക്കെയാണ്, നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും ഫോർ എ സസ്റ്റൈനബിൾ പ്ലാനറ്റ്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഇമാജിനേഷൻ കൊണ്ട്, ആർട്സ്, ക്രാഫ്റ്റ്സ്, വാക്കുകൾ കൊണ്ട് നമ്മളോട് പറയും വാട്ട് യുവർ തോട്ട്സ് ആർ ഫോർ എ സസ്റ്റൈനബിൾ പ്ലാനറ്റ്. സസ്റ്റൈനബിൾ പ്ലാനറ്റ്. ഒരു കാര്യം നിങ്ങളോട് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഈ വേസ്റ്റുകൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നു, ഈ ടയർ ഉപയോഗിച്ച് വണ്ടികൾ ഓടുന്നു. എനിക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും, അതായത് ഇന്ന് നമ്മുടെ ഈ 6 കുട്ടികളും അത്ഭുതകരമായി എന്തോ ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അടിച്ചു പൊളിക്കാൻ പോവാണ്. നിങ്ങൾ നോക്കിക്കോ, ഉറപ്പായിട്ട് ഒരു തകർത്തിരിക്കും. ഇന്ന് കഷ്ടപ്പെടാൻ പോകുന്നത് നിങ്ങളാണ്. ഞാനത് ആദ്യമേ പറഞ്ഞേക്കാം. ഷുഡ് വി ഗോ അഹെഡ്? യെസ്. ഓക്കെ, അപ്പൊ നമ്മൾ തുടങ്ങാൻ പോവാണ്. അതിനു മുമ്പ് ഞാനൊരു ഗിഫ്റ്റ് നിങ്ങൾക്കായിട്ട് തരാം, അതും എന്റെ വകയായിട്ട്. അതാണ് നമ്മുടെ ക്രാഫ്റ്റ്സ്. ഇതാ. ഞാൻ ആദ്യമായിട്ട് ക്രാഫ്റ്റ്സും കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ദിസ് ഇസ് മൈ വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ ഫോർ ഓൾ മൈ ക്രാഫ്റ്റ് ടൂൾസ്. ക്രാഫ്റ്റ്സും കണ്ടപ്പോൾ എന്റെ കണ്ണ് തള്ളിപ്പോയി. എന്റെ മുന്നിൽ എന്താണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. ക്രാഫ്റ്റ് സോൺ എനിക്ക് ക്രാഫ്റ്റ് കാൻഡി സ്റ്റോർ പോലെയാ തോന്നിയത്. ഫെവിക്രിയേറ്റ് വളരെ ക്ലിയർ ആണ്, ലേണിംഗ് ബൈ ഡൂയിങ്. അതുകൊണ്ടാണ് 15,000 സ്കൂൾസും 2 മില്യൺ ടീച്ചേഴ്സും സ്റ്റുഡൻസും ഫെവിക്രിയേറ്റിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഈ വ്യത്യസ്തമായ ലേണിംഗിൽ പങ്കെടുക്കാനും കഴിയും, അവരുടെ ഉള്ളിലുള്ള കഴിവുകൾ പുറത്തു കൊണ്ടുവരുവാനും കഴിയും. ഇത് സാധ്യമാകുന്നത് ഫെവിക്രിയേറ്റിന്റെ യുണീക്ക് ആയിട്ടുള്ള പ്രോഡക്ട്സുകളിലൂടെയാണ്. യങ് ഇന്നോവേറ്റേഴ്സ്, ആർ യു റെഡി? സോ ഓൺ മൈ കൗണ്ട് 3. ചലഞ്ച് തുടങ്ങുന്ന സമയത്ത് ഞാൻ നെർവസും എക്സൈറ്റഡ് ആയിരുന്നു. 2. I was excited, nervous and fully stressful. ഈ കോമ്പറ്റീഷൻ നല്ല ടഫ് ആയിരിക്കുമെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ നന്നായിട്ട് തന്നെ ചെയ്യും. And go. ഹായ് ജീവിത. ഹായ്. സുഖമല്ലേ മോളെ? ഐ
I'm fine. How are you? വെരി ഗുഡ്. സോ സസ്റ്റൈനബിൾ പ്ലാനറ്റ് വലിയൊരു സബ്ജക്റ്റ് ആണത്, വളരെ ഇമ്പോർട്ടന്റും ആണ്. യെസ്, ഞാനിപ്പോ മൗണ്ടനും ബിൽഡിംഗും ഒക്കെ ഉണ്ടാക്കാൻ പോവാ. Juxtaposition of nature and the ideas. About the highest building and dual floating. ഒന്നുകൂടി പറഞ്ഞേ. Dual floating. Dual floating എന്താ അത്? So it's agriculture. നമുക്കതില് 2 തരം അഗ്രികൾച്ചർ ചെയ്യാൻ പറ്റും. നമുക്കതില് മീനുകളെ വളർത്താം, പ്ലാന്റ്സ് വളർത്താൻ ഒരു ട്രേയും ഉണ്ട്. ലൈക്ക് ചെടികൾ വളരുന്നതോടൊപ്പം മീനുകളും വളരും അല്ലേ? ഓ വാവ്, അത് അതെന്താന്ന് വെച്ചാൽ മെറൈൻ ബയോളജിസ്റ്റ് ആയിട്ടും മോളോട് ചോദിക്കേണ്ടി വരും. എനിക്കറിയില്ലായിരുന്നു ശരിക്കും. വെൽ ഡൺ ജീവിത. Thank you. Good luck, best of luck. Looking forward to see what you're making. My project is going to shock the world. പ്രശാന്ത്, മോന്റെ പ്രോജക്റ്റിനെ കുറിച്ചൊന്ന് പറയാവോ? സസ്റ്റൈനബിൾ പ്ലാനറ്റിനെ കുറിച്ച് മോന്റെ ഐഡിയാസ്. ഹൈഡ്രോ ഇലക്ട്രിസിറ്റിയും പറ്റിയും പിന്നെ വിൻഡ് പവറിനെയും പറ്റിയും. അതായത് ബേസിക്കലി സസ്റ്റൈനബിൾ എനർജി ഫോം ചെയ്യും അല്ലേ? യെസ്. Okay, very nice. Nice. All the best. Thank you. Good luck. ഈ യങ് ഇൻവെന്റർ എന്റെ സ്വന്തം ക്രിയേഷൻ കൊണ്ട് എല്ലാവരെയും ഇംപ്രസ് ചെയ്യാൻ പോവുക. Okay, what are you making? എന്താ ഈ ചെയ്യുന്നത്? I'm making my planet which is completely sustainable. തൽക്കാലം 75% സസ്റ്റൈനബിൾ ആണ്. ഞാനുണ്ടാക്കുന്ന പ്രോഡക്ട്സും മെഷീനും വെച്ച് ഇതിനെ കൂടുതൽ സസ്റ്റൈനബിൾ ആക്കാം. സോ ഇറ്റ്സ് വെരി എൻവയോൺമെന്റലി ഫ്രണ്ട്ലി, ഈക്കോ ഫ്രണ്ട്ലി. അതാണ് നമുക്കിപ്പോൾ ആവശ്യം. ഓൾറെഡി ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്ലാനറ്റ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അത് എളുപ്പമായിരിക്കും. ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ കൊണ്ട് ഈ ടോപ്പിക് എനിക്ക് വളരെ പേഴ്സണൽ ആയിരുന്നു. എനിക്ക് ജീവിക്കാൻ ആദ്യം എൻ്റെ പ്ലാനറ്റ് നന്നായിട്ട് ജീവിക്കണം. ഐ ഹാവ് ലോട്ട്സ് ഓഫ് ഐഡിയാസ് ഓഫ് ഹൗ ടു എക്സിക്യൂട്ട് മൈ ഐഡിയാസ് ക്രിയേറ്റീവ്ലി. ഇപ്പൊ എന്തായാലും ശല്യം ചെയ്യുന്നില്ല, കാരണം മോൾക്ക് ഒരുപാട് ശിവാങ്കർ, ഈ പ്രോജക്റ്റിന് വേണ്ടി മോൻ എന്താ ചെയ്യാൻ പോകുന്നത്? കുറച്ച് സ്ട്രെസ് ആണ്, എന്നാലും ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ പ്ലാനറ്റിൽ കുറെ അധികം നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്, നമ്മൾ അതിനെ ഒരിക്കലും മിസ്യൂസ് ചെയ്യാൻ പാടില്ല. That's very nice. That's very nice. ഇത് ഫിനിഷായി കാണാൻ ഞാൻ കാത്തിരിക്കുകയാണ്. അതെ, കാണാൻ നല്ല നീറ്റ് ആയിട്ടുണ്ട്. ഒരു എഞ്ചിനീയറിനെ പോലെയാ പണിയെടുക്കുന്നത്. നമുക്ക് സസ്റ്റൈനബിൾ പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയിലേക്ക് തിരിച്ചു പോകുക എന്ന് മാത്രമല്ല, ഇപ്പൊ ജീവിക്കുന്ന ജീവിതത്തിലും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നത് കൂടിയാണ്. സോ ഞാൻ വിചാരിക്കുന്നു മോൻ അതിനെ കുറിച്ചാ കൂടുതൽ പറയാൻ പോകുന്നതെന്ന്. ഗ്രേറ്റ്, ഗുഡ് ലക്ക്. ഹായ് സ്വര. ഹലോ മാം. ഒന്ന് പറയാമോ എന്താണ് പ്ലാൻ, എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്? മാം, എന്റെ ഈ പ്രോജക്റ്റിൽ എനിക്ക് കാണിക്കാനുള്ള വിഷയം അത് നമ്മുടെ ഭൂമിയില്ലേ, അതിൽ നമ്മൾ എങ്ങനെ പൊല്യൂഷൻ ഇല്ലാതാക്കുമെന്നാണ്. പിന്നെ നമ്മൾ ഫ്യൂവൽസ് ഒക്കെ യൂസ് ചെയ്യാറില്ലേ, അതെങ്ങനെ ഒഴിവാക്കുമെന്നും. ഓ വെരി നൈസ്, ഐ കാൻ വെയിറ്റ് ടു സീ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ചില ആളുകൾ ഒരാംഗിളിലൂടെ മാത്രം കാണും. ഇപ്പൊ തന്നെ നോക്കൂ, ശിവാങ്ക് ഒരാംഗിളിലൂടെ കാണുന്നു, മോള് വേറെ ആംഗിളിൽ കാണുന്നു. ഇറ്റ്സ് ഫെറ ഹിയർ. സോ ഓൾ ദി ബെസ്റ്റ് സ്വര. ഗുഡ് ലക്ക്. ഫസ്റ്റ് ആവാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിരുന്നില്ല, അതല്ലാണ്ട് സ്ട്രെസ് ഫ്രീ ആകാൻ വേണ്ടി ആയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. അത് കാരണം നമുക്ക് ഇനിയും പുതിയ ഐഡിയാസ് കിട്ടും. ഹായ് ഹർഷിത്. ഹലോ മാം. ഒന്ന് പറയാമോ എന്താ ചെയ്യാൻ പോകുന്നത്, എന്താ പ്ലാൻ എന്ന്? എന്റെ പ്ലാൻ എന്താന്ന് വെച്ചാ ഒരു സസ്റ്റൈനബിൾ പ്ലാനറ്റ് പോലെ ചെയ്യണം. അതായത് ഒരു ഐലൻഡ്, അതുപോലത്തെ പ്ലാനറ്റ്. An island which is completely sustainable. Yes. എനിക്കും ഐലൻഡിൽ താമസിക്കാനാ ഇഷ്ടം. ഞാൻ നോക്കിട്ടെ എങ്ങനെ വരാൻ പോകുന്നതെന്ന്. കറക്റ്റ് ആയിട്ടല്ലേ ചെയ്യുന്നത്? Yes ma'am. അതായത് 90 മിനിറ്റ്സിൽ കംപ്ലീറ്റ് ആവും. Yes ma'am. ഉറപ്പാണോ? ഉറപ്പാണ്. Okay, good luck. Thank you. ഓൾറൈറ്റ് ഗൈസ്, അപ്പോ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ നമുക്കിനി 45 മിനിറ്റ് ആണ് ബാക്കിയുള്ളത്. എന്നാൽ ഇവരെ കാണുമ്പോൾ ഇവർക്ക് ആർക്കും ഒരു ടെൻഷൻ ഉള്ളതായിട്ട് തോന്നുന്നില്ല. എന്നാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വാശിയേറിയ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ആരാണ് ജയിക്കുന്നതെന്ന് കാണാൻ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരും. See you tomorrow. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു DIY പസിൽ. നയൻതാര, മാൻഡി, ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ It's going to be difficult. നമ്മുടെ യങ് ഇന്നോവേറ്റേഴ്സ്, എവരിബഡി, you have the last 5 minutes left. എല്ലാ പ്രോജക്റ്റിലും ഒരുപാട് തോട്ട്സ് ഉണ്ടാവും, നല്ല ഐഡിയാസ് ഉണ്ടാവും. Wow, there is so much going on. അതൊരു നോൺ റിന്യൂവബിൾ റിസോഴ്സ് ആണ്, അത് എപ്പോ വേണമെങ്കിലും തീർന്നു പോയേക്കാം. ഫെവിക്രിയേറ്റിന്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. ലേണിംഗ് ബൈ ഡൂയിങ്. അതിന്റെ ആർട്ട് ഇന്റഗ്രേറ്റഡ് ലേണിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾ പുറത്തു കൊണ്ടുവരിക. ഈ എക്സിക്യൂഷൻ വളരെ നന്നായിട്ടുണ്ട്. പല പേരുകളും മാറിയും തിരിഞ്ഞും ഞങ്ങളുടെ മനസ്സിലേക്ക് വന്നു, പക്ഷേ 3 പേരെയല്ലേ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. And the winner of FeviCreate Idea Labs 2025, partnered by Sony Young Innovators, the winner is